നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏയ് നിക്കേ അമ്പിളി, നീ ചെന്ന് നോക്ക്. ചെല്ല്. നിങ്ങൾ ആളിനെ എവിടെയാ കണ്ടേ? ആ ഷെൽഫിന്റെ പുറകിലാ കണ്ടേ. അവിടെ നിന്നാ പുസ്തകം വായിക്കുന്ന കേട്ടെ. അല്ല, ആരാ പുസ്തകം വായിച്ചത്? ഒരു പുരുഷന്റെ ശബ്ദത്തിലാ കേട്ടത്. പുരുഷന്റെ ശബ്ദം? അപ്പോ ഇതിനകത്തൊരുത്തിന് വിളിച്ചു കയറി എന്നുള്ളത് സത്യാണോ? അത് ഭയങ്കര സംഭവമാണല്ലോ. പുരുഷന്റെ ശബ്ദത്തിൽ പുസ്തക വായന, ഷെൽഫിന്റെ പുറകിൽ ഷൂസ് ഇട്ട കാലുകൾ. ഇതെന്താ മാം ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നതെന്നാ ഞാനും ആലോചിക്കുന്നത്. അമ്പിളി, എല്ലായിടത്തും പരിശോധിച്ചോ? ഇതിനകത്ത് ആരുമില്ല മാഡം. നിങ്ങളല്ലേ ഇതിനകത്ത് ആളിനെ കണ്ടത്? അതെ മാം. എന്നിട്ട് ആളെവിടെ? ഇതിനകത്ത് ആളുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല മാഡം. പക്ഷെ പുസ്തകങ്ങൾ ആരോ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനാ പിന്നീട് അത് അടുക്കി വെച്ചത്. ആ സമയത്ത് ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ തള്ളിയിട്ടത് നിങ്ങളാണോ? ഞങ്ങളോ? ഞങ്ങളാരും ഇത് ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാ പുസ്തകങ്ങൾ താഴെ വീണത്? അതെല്ലാം താനേ വീണതായിരിക്കും. പാൽക്കാരൻ പയ്യന്റെ ഗോസ്റ്റാണ് ഇതൊക്കെ ചെയ്തെന്ന് പറയാൻ ആർക്കെങ്കിലും ഭാവമുണ്ടോ? അക്കാര്യം മാം എന്തിനാ ഞങ്ങൾ നോക്കി പറയുന്നത്? ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന പോലെ മാം കരുതുന്നത്. ഒരു സത്യം തെളിയിക്കാൻ ഞങ്ങളൊക്കെ മുൻകൈ എടുക്കുമ്പോ മാം ഞങ്ങളെ സംശയിക്കുവാണോ? നിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ സംശയം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ഈ കുട്ടികൾ നേരിട്ടറിഞ്ഞ കാര്യങ്ങളല്ലേ പറഞ്ഞത്. അതെന്താ മാം വിശ്വസിക്കാത്തെ? ഈ കുട്ടികൾ എന്താ പറഞ്ഞത്? ഇതിനകത്ത് പുരുഷന്റെ ശബ്ദത്തിൽ ആരോ പുസ്തകം വായിച്ചു, ഷെൽഫിനപ്പുറം 2 ഷൂസ് ഇട്ട കാലുകൾ കണ്ടു. ഇതെല്ലാം ഇവര് പറഞ്ഞിട്ടും മാം എന്താ വിശ്വസിക്കാത്തെ? നിങ്ങൾ പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവര് പറയുന്നതെല്ലാം ഇവള് കണ്ടതല്ലേ? എങ്കിൽ ഇതിനകത്ത് കയറിയ ആളെവിടെ? ഇതിന്റെ ഡോർ അടച്ചിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ കാവൽ നിൽക്കല്ലായിരുന്നോ? എന്നിട്ട് അയാൾ എങ്ങനെ പുറത്തുപോയി? അകത്തുണ്ടായിട്ട് വേണ്ടേ പുറത്തു പോവാൻ? ഈ റീഡിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാം. നീ അധികം സംസാരിക്കണ്ട. ഇതിനകത്തൊന്നുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും റൂമിലേക്ക് ചെല്ല്. പോകാൻ. ആ അലീന, നിങ്ങൾ അവിടെ നിന്ന്. ഇതെല്ലാം ചെയ്യിപ്പിച്ച ശേഷം ഈ ഹോസ്റ്റലിൽ വ്യാജ വാർത്ത ഉണ്ടാക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതിനകത്ത് ഗോസ്റ്റ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആ പിള്ളേരെ ഉപയോഗിച്ചത് നീയല്ലേ? ഞാനാണത് ചെയ്തതെന്ന് മാമിന്റെ തെളിവുണ്ടോ? അതെ. അല്ല, റീഡിംഗ് റൂമിൽ കയറിയ കള്ളനെ പിടിച്ചോ? അവിടെ കള്ളനും ഇല്ല, കള്ളന്റെ പൊടിയും ഇല്ല. അതെന്താ? അകത്ത് കയറിയവൻ ആവിയായി പോയോ? ആർക്കറിയാം? കള്ളനെ പിടിക്കാൻ ആരൊക്കെയോ പോയെന്നറിഞ്ഞല്ലോ. പോയവരെല്ലാം നിരാശപ്പെട്ട് അവിടെ നിപ്പുണ്ട്. ശരിക്കും അവിടെ എന്താ നടന്നേ? 2 കുട്ടികൾ ഒരുത്തനെ കണ്ടെന്ന് പറഞ്ഞു. വാർഡൻ വന്ന് റീഡിംഗ് റൂം തുറന്നു നോക്കിയപ്പോ അവിടെ ആരുമില്ല. ഇതൊക്കെ ഇവിടെയുള്ള പിള്ളേരുണ്ടാക്കിയ കഥയാണെന്നും പറഞ്ഞ് വാർഡൻ അവിടെ വയലന്റായി നിപ്പുണ്ട്. 3 റോസസിനെയാ വാർഡന് കൈ കിട്ടിയത്. 3 നിർത്തി പൊരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോണ്ട, നിങ്ങൾക്കും കിട്ടും. അതെ, വാർഡൻ വയലന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്തോ സീരിയസ് ആയ പ്രശ്നമുണ്ട്. ഒരുത്തൻ റീഡിംഗ് റൂമിൽ ഒളിഞ്ഞു കയറിയതേ സീരിയസ് പ്രശ്നമല്ലേ? അത് മാത്രല്ല, ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ചീത്ത പേരുമാവും. മാം അത് ക്ഷമിക്കില്ല. അതാണ് മാം വയലന്റ് ആയിട്ടിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോണ്ട. നമുക്ക് കൈകാര്യം ചെയ്യാൻ കള്ളൻ അവിടെ ഇല്ലല്ലോ.
എന്നാലും കാര്യം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ വാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. വാ. നീയൊക്കെ ഇതിനകത്ത് കാണിക്കുന്ന സർക്കസിന് ഞാൻ തെളിവും സാക്ഷിയും തരണോ? മാമിന് അത്ര വലിയ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ക്യാമറ വെക്ക്. അതെന്താ ചെയ്യാത്ത? നിനക്കൊക്കെ തല്ലിപ്പൊളിക്കാൻ ഞാൻ ഇനി ലക്ഷങ്ങൾ മുടക്കാം. അതല്ലേ, നിനക്കൊക്കെ തല്ലിപ്പൊട്ടിക്കാനേ മാഡം ലക്ഷങ്ങൾ മുടക്കും. ഇവിടെ ആരാ മാം ഒളിച്ചു കയറിയത്? അവരെ പിടിച്ചില്ലേ മാം? ഇത്രയും വലിയ കയറ് കിട്ടിയിട്ടും അവനെ പിടിച്ചേടാൻ പറ്റിയില്ലേ? ഒരു ടീമിന്റെ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങളും കൂടി വരാത്തതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങളോടെല്ലാം ആദ്യമേ തൊട്ട് പറയുന്ന കാര്യമാ, ഇവിടെ താമസിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങളെപ്പോലെയല്ല. ആ, അത് വളരെ ശരിയാ മാം. എല്ലാവർക്കും പ്രത്യേകം മുഖങ്ങളാണ്. സീരിയസ് ആയി എന്തേലും പറയുമ്പോ വലിയ തമാശ ഇങ്ങോട്ട് പറയരുത്. നിന്റെയൊക്കെ കോമഡി ഒടുവിൽ ട്രാജഡി ആവും. മാം, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങള് മാമിനെ സഹായിക്കാം. സഹായിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതി. ഇവിടെ നുഴഞ്ഞു കയറിയവനെ ഞങ്ങള് കണ്ടുപിടിച്ച് മാമിന്റെ മുമ്പിൽ കൊണ്ടുവരാം. നിന്റെ ഒന്ന് CBI അന്വേഷണം ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എന്തൊക്കെയാ നിങ്ങളിവിടെ ചെയ്യുന്നത്? ഭയപ്പാടുകൾ പറഞ്ഞുണ്ടാക്കുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കാൻ കള്ളക്കളികൾ നടത്തുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരായാലും അവരെപ്പോഴും ഇതുപോലെ രക്ഷപ്പെടുകയില്ല. തെളിവ് സഹിതം ഒരു നാൾ പിടിക്കപ്പെടും. അന്ന് അവർ ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ട് സർട്ടിഫിക്കറ്റും വാങ്ങി പോവില്ല. ഓർത്തോ?